എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീസെൻ്റായിട്ട് എമ്പുരാൻ മൂവിയുടെ ഈ പറഞ്ഞ ഒരു പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുകയുണ്ടായി. അതിനിടയ്ക്ക് ഇച്ചിരി പ്രായമുള്ള ഒരാൾ ഇതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. കാരണം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. എന്താണ് റീസൺ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് ഇതുവരെ ആരും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുമില്ല, നമുക്കറിയത്തുമില്ല. ഈ പറയുന്ന റൂമേഴ്സ് അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് അറിയത്തില്ല, സീരിയസ്ലി ഈ ടൈം വരെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ആളിങ്ങനെ ചോദിക്കുകയുണ്ടായി, ഈ പറഞ്ഞ ചെന്നൈയിൽ വെച്ചിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അന്നേരം മോഹൻലാൽ പറഞ്ഞൊരു കാര്യമാണ്, വളരെ ഈ പറഞ്ഞ വളരെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ളൊരു ബോണ്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ ആ കാര്യം വളരെ നൈസായിട്ട് ഡീൽ ചെയ്തു പോയത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചതെന്ന് പറയാനെ കൊണ്ടിട്ട് ഇതുപോലെ മമ്മയ്ക്ക് വേണ്ടിയിട്ട് ശബരിമല പോയി ഇതുപോലെ വഴിപാട് കഴിച്ചു, എന്തായിരുന്നു കാര്യം എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും അടുത്തൊരു ബ്രദറിനെ പോലെ തന്നെയുള്ള ഒരാളാണ് മമ്മൂക്ക. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇതുപോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിനും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്തു. ദേവസ്വം ബോർഡിൽ നിന്നുള്ള ആരോ ആണ് ഈ പറഞ്ഞ പേയ്മെൻ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റ് അങ്ങനെ എന്തോ സംഭവം ലീക്കാക്കിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആരും അറിയാൻ പോകുന്നൊരു കാര്യമേ അല്ലത്. ആ ടൈമിൽ ലാലേട്ടൻ പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ അടുത്ത് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പോൾ വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആൾക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴിപാട് നടത്തുന്നു. അപ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എന്തായാലും ഒബ്വിയസ്ലി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇതെന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ഇത് അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്റ്റ് അത് ലീക്കായത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ച തന്നെയാണ്. അത് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വീണ്ടും ഈ പറഞ്ഞ വേറെ ആൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ മമ്മൂക്കയുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, അദ്ദേഹത്തിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം ഫൈനാണ്, ഇതുപോലെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു വലിയൊരു കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നമ്മൾ കണ്ടൊരു കാര്യമാണ്. കാരണം മോഹൻലാൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തി, അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് മനഃപൂർവ്വം ഇതുപോലെ മോഹൻലാൽ ഫാൻസ് എടുത്ത് ഇതുപോലെ വെളിയിലിട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മമ്മൂട്ടി ഫാൻസിനെ കയറ്റാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ യൂട്യൂബിൽ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോകൾ വന്നിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി. ഇതിനെല്ലാം ഉള്ളൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞൊരു ചോദ്യം ലാലേട്ടനോട് ചോദിക്കുക, അതിനുള്ളൊരു മറുപടി എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുകയും ചെയ്തു. എല്ലാവർക്കും വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസറാണ് ലാലേട്ടൻ പറഞ്ഞത്. കാരണം ലാലേട്ടൻ മമ്മൂക്കയെ കാണുന്നത് ആസ് എ ബ്രദർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് ശരി, അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതിപ്പം എങ്ങനെയോ പുറത്തു പോയി, അതിലൊരിക്കലും ലാലേട്ടനെ നമുക്ക് കുറ്റം പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ സാധിക്കത്തില്ല. കാരണം ഇന്നലെ അല്ല അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് നമുക്കറിയാവുന്നത്. കാരണം വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതാണ്, ഓൾമോസ്റ്റ് 40 വർഷത്തിന് മുകളിലായിട്ട് രണ്ടുപേരും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരാണ്. അപ്പോൾ അത്രയും വർഷത്തെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ട് അതിനെ ഈ പറഞ്ഞ പ്രൊമോഷൻ്റെ ഇടയിലേക്ക് വലിച്ചഴക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം അത് വ്യക്തമായിട്ട് ലാലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ മമ്മൂട്ടി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഇല്ല എന്നുള്ള രീതിയിലുള്ള പല റൂമേഴ്സും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ മാർച്ച് 27 നമുക്കറിയാൻ പറ്റും, ആരാണ് മമ്മൂക്കയാണോ വില്ലൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റാരെങ്കിലും ആണോ. ഒരുപാട് പേരുകൾ വരുന്നുണ്ട്, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, ഷാറുഖ് ഖാൻ, ഇത് എന്ന് വേണ്ട, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുമാതിരിപ്പെട്ട പല ആൾക്കാരുടെയും പേരുകൾ പറയുന്നുണ്ട്. നമുക്ക് 27 മാർച്ചിന് എന്തായാലും കാണാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.